ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതാ കണ്ടില്ലേ, സ്ലൈസ് പാസ്തയാണ് കേട്ടോ. അത് വെജിറ്റബിളാണ്. അതിലേക്ക് ഞാൻ വെജിറ്റബിൾ കുറച്ച് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബോയിലിംഗ് ആക്കി. പിന്നെ അതിലേക്കുള്ളതാ ക്യാപ്സിക്കം, മഷ്റൂം, പിന്നെ അത് പോയിട്ട് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് മൈദപ്പൊടി, പിന്നെ ഗ്ലാസ് ചീസ്, കുക്കിംഗ് ക്രീം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ പാസ്ത ബോയിലിംഗ് ആക്കുക. കണ്ടില്ലേ, വെള്ളം കാച്ചിട്ടുണ്ട്. ഒരു ഷീറ്റായിട്ടിട്ട് ഇപ്പോൾ പാസ്ത പുഴുങ്ങുന്നത് പോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഈ 15 മിനിറ്റ് വേണം. കണ്ടില്ലേ, ഷീറ്റ് ഞാൻ പുഴുങ്ങാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കുക്കിങ്ങിലോട്ട് പോകാം. നേരെ ഫ്രൈ പാൻ വയ്ക്കുക. അതിലേക്കുള്ള മസാല റെഡിയാക്കുക കേട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇടാം. ഒന്ന് വട്ടം കേട്ടോ. തീർച്ചയായിട്ടും നമ്മളിതാ മഷ്റൂം, ക്യാപ്സിക്കം അതിൻ്റെ കൂടെ ഇടുക. ഇത് വെജിറ്റബിൾ പാസ്തയാണ് കേട്ടോ. സ്ലൈസ് പാസ്തയാണ്. അറബിയിലെ ലസാനിയ എന്ന് പറയും. അതിലൊന്ന് പാടുക കേട്ടോ. അതാ മസാല ഒക്കെ അതാ ഏതൊക്കെ ക്ലിക്കായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി അരിഞ്ഞിട്ട് ഇടുക. പിന്നെ ഒരു കാത്തുണ്ട മാഗി ക്യൂബ്സ് കേട്ടോ. മാഗി ക്യൂബ്സ് അറിയാമല്ലോ, ഏതാ. പിന്നെ മസാല വേറൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പപ്പടിക്ക. ഓക്കെ, നല്ലോണം ഒന്ന് ക്ലിക്കാക്കുക. ഒന്ന് ക്ലിക്കാവണം കേട്ടോ. തക്കാളി ഉള്ളതുകൊണ്ട് ഒന്ന് ക്ലിക്കായി വരും. മസാല ക്ലിക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പുഴുങ്ങി വെച്ച പച്ചക്കറി കേട്ടോ. നേരത്തെ ഞാൻ ബോയിലിങ്ങിലാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ആയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ബോയിലിംഗ് ആക്കി അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് പുഴുങ്ങിയാൽ മതി. വെജിറ്റബിൾ അത് ഉരുളക്കിഴങ്ങുണ്ട്. അറബി ഐറ്റംസ് പച്ചക്കറിയാണ് കേട്ടോ. കൂസ എന്ന് പറയും, പസൂലി, അങ്ങനെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പച്ചക്കറി കൂടി ചേർക്കാം. പിന്നെ സാധനമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ക്ലിക്കായതിന് ശേഷം നമുക്ക് കുറച്ച് കുക്കിംഗ് ക്രീം, ഇതാ കുക്കിംഗ് ക്രീം കേട്ടോ. വൈപ്പിംഗ് ക്രീം എന്ന് പറയും. ഇല്ല, കുറച്ച് ഗ്ലാസ് ചീസ്. ഓക്കെ, നല്ലോണം ക്ലിക്കാക്കുക. ഇത് നല്ല ക്ലിക്കാവുമ്പോൾ കുറുമ പോലെ വരും കേട്ടോ. കണ്ടില്ലേ, വെജിറ്റബിൾ കുറുമ മോഡൽ വരും. നമുക്ക് പാസ്തയിൽ വെക്കാനുള്ള മസാല ഉണ്ട് കേട്ടോ. ആവശ്യത്തിന് ഞാൻ മാഗി ഇട്ടിട്ടുണ്ട്. മാഗി ഉപ്പാണ്, അതുകൊണ്ട് ഉപ്പിന് ആവശ്യം വരില്ല. വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിന് ഉപ്പിടാം. ഇവിടെ പാസ്തയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ പാസ്ത അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബോയിലിംഗ് ആയി എന്നാണ് തോന്നുന്നത്. ഇനി ഇതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഒരു ഫാരക്സിൽ നിരത്തി ചീസൊക്കെ വെച്ചെടുക്കുക. നമുക്ക് രണ്ടാമത് നോക്കാം കേട്ടോ. കാണിച്ചു തരാം. പാസ്ത ഒക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ മസാല ഇട്ട് നിരത്താണ് കേട്ടോ. ഒന്ന് നോക്കിക്കോളാം. കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, അല്ലെങ്കിൽ കുറച്ച് മസാല നിരത്തുക. ചീസ് ഇങ്ങനെ തൂറ്റുക. അതിൻ്റെ മീതെ ഒരു ഷീറ്റ് കൂടെ വയ്ക്കുക കേട്ടോ. മടങ്ങാൻ പാടില്ല, നൂത്ത് വയ്ക്കുക. അല്ലേ, അതാ വെജിറ്റബിൾ പാസ്ത ഒക്കെ അതാ നിരത്തി വെച്ചിട്ടുണ്ട്. ഷീറ്റൊക്കെ നിരത്തി. ഇനി അതിൻ്റെ മീതെ കുറച്ച് ചീസും കുറച്ച് സോസൊക്കെ ഒഴിക്കാനുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഞാൻ സോസ് റെഡിയാക്കാൻ പോവുകയാണ്. കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് കലക്കി വെച്ചിട്ടോ. തിളച്ച് വരുമ്പോൾ നല്ല കട്ടിയാവും. ഇതിൻ്റെ കൂടെ കുറച്ച് കുക്കിംഗ് ക്രീം, കുറച്ച് ചീസ് കൂടെ നല്ല ഒറ്റ ക്ലിക്കാക്കുക. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ട് കേട്ടോ. ആ സോസ് ഇങ്ങനെ മീതെ കുറച്ചങ്ങ് ഒഴിക്കുക. ഇത് വെജിറ്റബിൾ അറബിയിൽ വശമില്ല എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. സോസൊക്കെ നിരത്തുക. ഇല്ലേ, ഇതിൻ്റെ മീതെ കുറച്ചതാ ചീസ്, മൊസറല്ല ചീസ്, കുറച്ച് ചന്താർ ചീസ്, ഇതൊക്കെ മീതെ വയ്ക്കുക. ഓവനിൽ വെച്ചെടുക്കുക. നമ്മുടെ വെജിറ്റബിൾ പാസ്ത റെഡിയാവും കേട്ടോ.
ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് വെജിറ്റബിൾ പാസ്ത. പലതരത്തിലുണ്ട്. ഇതൊരു വേറൊരു മോഡലാണ്, വെജിറ്റബിളാണ്. ഇന്ന് ചിക്കൻ ഒന്നുമല്ല, ഇത് വെജിറ്റേറിയൻ കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഓവനിൽ വെച്ചെടുക്കുക.